ഹലോ, ഇത്രയും മോയിസ്റ്റ് ആയിട്ടൊരു കേക്ക് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? അതിനായിട്ട് ഹാഫ് കപ്പ് വാം മിൽക്ക് എടുത്ത് 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് ബട്ടർ മിൽക്കാക്കി മാറ്റി വെക്കുക. ശേഷം ഒരു ബൗളിലെടുത്ത് 1 കപ്പ് ഷുഗർ, നമ്മൾ മാറ്റി വെച്ച ബട്ടർ മിൽക്ക്, ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വനില എസെൻസ്, 1 എഗ് ആഡ് ചെയ്ത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ആക്കി എടുക്കുക. ശേഷം ഒരു പിഞ്ച് സാൾട്ട് ആഡ് ചെയ്യുക, മിക്സ് ആക്കുക. ദെൻ നമ്മൾ അരിച്ച് മാറ്റി വെച്ച 1/4 കപ്പ് കൊക്കോ പൗഡർ, 3/4 കപ്പ് ഫ്ലോർ, ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ ഓവർ മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ദെൻ 1/4 കപ്പ് ഹോട്ട് കോഫി ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. ശേഷം ഹാഫ് ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. വിനാഗിരി ആഡ് ചെയ്താൽ പിന്നെ അധികം നേരം പുറത്ത് വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രേയിലേക്ക് മാറ്റുക. ഞാനൊരു 8 ഇഞ്ച് ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 170-ൽ 40-45 മിനിറ്റ് ബേക്ക് ചെയ്യുക. ജസ്റ്റ് നമുക്കൊന്ന് ടൂത്ത് പിക്ക് കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ടൂത്ത് പിക്ക് ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഈ കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്യാം കേട്ടോ. അത് മേ ബി ഒരു 45 എന്നുള്ളത് ഒരു 50 മിനിറ്റ് ഒക്കെ ആയിരിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണെന്ന്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ പോയി ഒന്ന് കാണാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒരു ട്രേയിലേക്ക് മാറ്റി ഒരു ലൂസായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. സൂപ്പർ മോയിസ്റ്റ് കേക്കാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.